ഹായ് ഗൈസ്, നമ്മളൊരു രണ്ട് സുഹൃത്തുക്കളെ ഒരു ഇലക്ട്രിക് വണ്ടിയിൽ ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ ഞങ്ങളൊന്ന് സ്ലോ ചെയ്തതാണ്. നമുക്ക് അവരെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? എന്റെ പേര് നജീഫ്. എവിടെയാ? എന്താ ജോലി? ഞാനിവിടെ പഠിക്കും. എവിടെ? ഞാൻ ശാന്തേരി കോളേജിൽ പഠിക്കാം. അവിടെ 40 പേരോളം ഉണ്ട്. അവധിയായിട്ട് കുറെ പേര്. എവിടെ വീട്? കൊല്ലം. എന്റെ വീട് തിരുവനന്തപുരം. എത്രയാണ് അവിടെ? ഞാനിവിടെ വന്നിട്ട് 14 വർഷമായി. 2010 ഞാൻ 3 വർഷം. പുള്ളി അവിടുത്തെ ഡിഗ്രി സ്റ്റുഡന്റ് ആണ്, 3rd ഇയർ. അവിടെ ആരെ നടത്തുന്ന കോളേജ്? നമ്മുടെ അവിടെ ഒരു സെമി പാരേഴ്സിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. MG യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു കോളേജും കൂടിയാണ്. ഏതാണ്ട് 1200ഓളം പിള്ളേരെ അവിടെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഡിഗ്രി PG ആയിട്ടുള്ള ഒട്ടുമിക്ക കോഴ്സുകൾ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. നമുക്ക് അതിനോടൊപ്പം തന്നെ നമുക്ക് അവിടെ ഒരു റീഹാബിലിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടി അവൈലബിൾ ആണ്. നമ്മളെ പോലെയുള്ളവരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ സ്ഥാപനം തുടങ്ങിയത്. ഏതാണ്ട് 35-40 വർഷത്തോളം ആയിട്ടുണ്ട് ആ സ്ഥാപനം തുടങ്ങിയിട്ട്. തുടക്കത്തിലൊരു 10 പിള്ളേരുമായിട്ട് തുടങ്ങിയതാണ് നമ്മളെ പോലെയുള്ള ആൾക്കാർ. അത് കാലക്രമേണ അത്രയും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറിയതാണ്. അത് മുഖാന്തരം നമ്മളെ പോലെയുള്ള ഒരു ആയിരക്കണക്കിന് ഭിന്നശേഷിക്കാരായ ആൾക്കാർക്ക് ഉയരങ്ങളിൽ എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരുപാട് വലിയ വലിയ ആൾക്കാരെ നമുക്കിപ്പോൾ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ സ്ഥാപനം പഠിച്ചിറങ്ങിയ ആൾക്കാർ. ഞാനവിടെ നമുക്ക് ഒരു ഓഫ്സെറ്റ് പ്രിന്റിംഗ് പ്രസ്സും കൂടിയുണ്ട്. 20ഓളം പേര് താമസിച്ചും പുറത്തുനിന്ന് വന്നും വർക്ക് ചെയ്യുന്ന ഒരു ഓഫ്സെറ്റ് പ്രിന്റിംഗ് പ്രസ്സാണ്. അപ്പോൾ അതിലൊരു 90% നമ്മളെ പോലെ ആൾക്കാരാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഞാനവിടെ നമുക്ക് അവിടെ ഒരു റീഹാബിലിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നമുക്കൊരു 40ഓളം വിദ്യാർത്ഥികളെ അതേപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്നവരെയും താമസിപ്പിച്ച് പുനരധിവാസം ചെയ്യുന്ന ഒരു സൗകര്യം കൂടിയുണ്ട്. അപ്പൊ അതിന്റെ ഇപ്പോഴത്തെ തലപ്പത്തിരിക്കുന്ന മേലധികാരി എന്ന് പറഞ്ഞ ഫാദർ പോൾ പറക്കാട്ടിൽ എന്ന് പറഞ്ഞ ഒരു അച്ഛനാണ്. അച്ഛൻ ഭിന്നശേഷിക്കാരായ ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിന്റെ ഒരു 3/4 ഭാഗവും ഒഴിഞ്ഞു വെച്ച ഒരു വ്യക്തിയാണ്. വഴിയെ നമുക്ക് എപ്പോഴെങ്കിലും ഒരു അവസരത്തിൽ അദ്ദേഹത്തിനെ കണ്ട് സംസാരിക്കാൻ അവസരം ഉണ്ടാവും. കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ മറ്റുള്ളവർ ചെയ്യണമെങ്കിൽ അത് ആരായിട്ട് ബന്ധപ്പെടണം? നമുക്കവിടെ ഒരു അച്ഛനുണ്ട്, ഫാദർ പോൾ പറക്കാട്ടിൽ. അദ്ദേഹമാണ് നമ്മുടെ ഉള്ളതാണ്. അദ്ദേഹത്തിന്റെ നമ്പർ ഒന്ന് പറയാൻ പറ്റുമോ? ഫോൺ നമ്പർ അറിയില്ല. മൊബൈലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തൊന്ന് പറയൂ. 94462121291 ഫാദർ പോൾ പറക്കാട്ടിൽ. താങ്ക് യു. കണ്ടതിലും പരിചയപ്പെട്ടതിലും വളരെ സന്തോഷം. ഓക്കെ, ഞങ്ങളുടെ വക ഒരു ചെറിയൊരു സമ്മാനം ക്രിസ്മസിന് കൊടുക്കുന്നത് ശേഷമാണ് എല്ലാവർക്കും അടുത്തുള്ളവർക്ക് കൊടുക്കും. ഹാപ്പി ക്രിസ്മസ്.